നമ്മളിന്ന് നാടൻ ഞണ്ട് കറിയാണ് വെക്കുന്നത്. അതിനായി ഒരു ചട്ടിയിൽ ഞണ്ട്, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ച് പിന്നെ സവാള ഇട്ട് പച്ചമുളക് ഇട്ട് അത് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാട്ടി വന്നു. അപ്പോഴേക്കും നമ്മൾ ഇച്ചിരി തക്കാളിയും കൂടി ആഡ് ചെയ്തു. ഇത് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ ഇത്രയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വീഡിയോ എടുക്കുക എന്നുള്ളൊരു ചിന്ത തന്നെ മനസ്സിൽ കയറിയത്. അപ്പോഴേക്കും ഉടനെ ഉള്ളൊരു വീഡിയോ ആണ്, ആരും ഇതിനെ ഒന്നും പറയരുത് പ്രത്യേകിച്ച്. അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞണ്ട് കറി വെക്കണേലും താമസമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ സാരമില്ലാന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്ന് നന്നായിട്ട് വാട്ടി എടുക്കുക. നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മളിതിന് മസാലകളാണ് ചേർക്കേണ്ടത്. അതിനാൽ ഇതിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ തീ കുറച്ച് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ നന്നായിട്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നാടൻ മൺചട്ടി ആയതുകൊണ്ട് തന്നെ അത് അടുക്കി പിടിക്കാനുള്ള ചാൻസും കൂടിയുണ്ട്. നമ്മളപ്പോൾ ഇത് വാടിയതിന് ശേഷമാണ് നമ്മൾ മസാലകൾ ചേർക്കുന്നത്. ഏകദേശം ഇത് ആയി ഗൈസ്. ഇതിനകത്തേക്ക് നമ്മൾ അതിനാവശ്യമായ മല്ലിപ്പൊടി ചേർക്കൊണ്ടിരിക്കും. മല്ലിപ്പൊടി ഇടണം, ആവശ്യത്തിന് ഇട്ടാൽ മതി. നമുക്ക് അത്ര കൂടുതൽ ഞണ്ടൊന്നുമില്ല, അതുകൊണ്ട് നമ്മുടെ ആവശ്യാനുസരണമാണ് ഓരോ പൊടികളും ചേർക്കേണ്ടത്. മല്ലിപ്പൊടി പൊടി ഇട്ടു നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ച ശേഷം നമ്മൾ ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കുന്നു. സോറി ഗൈസ്, മസാലപ്പൊടി ഇല്ല, അതുകൊണ്ട് നമ്മൾ പാത്രം കമത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടിയാണ്, അത് നല്ല ടേസ്റ്റിനൊക്കെ വേണ്ടിയാണ് നമ്മൾ കുരുമുളക് ചേർക്കുന്നത്. അധികം ഇട്ടാൽ എരിയും, അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് എന്ത് ഇടുക. നന്നായി ഇളക്കി കൊടുക്കുക. ചട്ടി മൊത്തത്തിലുള്ള നമുക്കിനി ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. നമ്മളതും ആവശ്യത്തിനിട്ടു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചട്ടി നന്നായിട്ട് ഇളകുന്നത് കൊണ്ട് ഞാനിതിങ്ങനെ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ഇത് ഏകദേശമായി. ഓക്കെ, ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലാം താഴെ പോകുന്ന പണിയാണ്. ആദ്യം നമ്മളത് ഇളക്കി കൂട്ടുന്നു. അതിന് ശേഷം നമ്മളത് ഇതിനകത്തേക്കിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നു. എല്ലാം അതിനകത്തേക്കിട്ട് ഇളക്കി കൊടുക്കുക. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക.
ചെയ്തു. നമ്മൾ ഇതിനകത്തേക്ക് ഇച്ചിരി ഉരുളനും കൂടി ഇട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഏകദേശം ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിക്കേണ്ടതാണ്. നമ്മൾ ആ ഞണ്ട് വേവിച്ച വെള്ളമായിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഇത് ഇച്ചിരിനകത്തേക്ക് ഒഴിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉരുളൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. നമ്മൾ ശരിക്കും ഇത് വേറെ വേവിച്ചാണ് ഉരുളൻ ചേർക്കേണ്ടത്. അത് ഞണ്ട് വേവിച്ചപ്പോൾ തന്നെ അതിനകത്ത് ഇടേണ്ടതാണ്. നമ്മളത് മറന്നുപോയി. ഞാനേ കൂടി ആകുമ്പോഴേക്കും സെറ്റ് ആകുമെന്ന് ഓർത്തു. കണ്ട ഗൈസ്, കൊതിയാവുന്നു. നല്ല കളറൊക്കെ ഉണ്ട്, നല്ല മണമുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉരുളൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഇച്ചിരിയും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് തീ കുറച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. നമ്മുടെ ഞണ്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതിന് നമുക്കൊന്ന് ഫ്ലെയിം ഇച്ചിരി കൂട്ടിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് നമ്മളിത് മൂടി വെക്കുന്നതാണ്. അതിനാവശ്യമായിട്ട് ഇച്ചിരി സവാള വഴറ്റി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നതാണ്. അതൊന്ന് മൂടി വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത് മൂടി വെച്ചതിന് ശേഷം അതൊന്ന് ശരിക്കും സെറ്റാകും. നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഉരുളൻ ഇട്ടേക്കുന്നത്. അതിനാൽ പെട്ടെന്ന് തന്നെ അത് വേകും. അപ്പോൾ അതിനാവശ്യമായൊരു നല്ല മൂടി കൊണ്ട് മൂടുക. അത് മൂടി വെക്കുന്നു. അങ്ങനെ നമ്മുടെ നാടൻ ഞണ്ട് കറി റെഡി. എന്തൊരു സ്മെൽ! നമ്മുടെ ഉരുളനും എല്ലാം സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇത് നോക്കി, നല്ല വലിയ പീസൊക്കെയാണ്. കണ്ടോ? നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നാടൻ ഞണ്ട് കറി റെഡി. നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും കൂടിയിട്ട് അത് അടച്ച് വെച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ സ്മെല്ലൊക്കെ കൂടി ആകുമ്പോൾ സെറ്റാവും. ഗാർണിഷിങ്ങിനും കൂടിയാണ് ഞാനത് ഇട്ടത്. ഓക്കെ, നമ്മുടെ നാടൻ ഞണ്ട് കറി റെഡി.